ഹായ് ഗൈസ്, നമുക്ക് വെറും 10 മിനിറ്റിൽ നല്ല അടിപൊളി ഫ്ലേവർ ബോംബ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോഴിക്കട നമുക്ക് ഉണ്ടാക്കാം. ശർക്കര വന്നിട്ട് ഒരു പാനിലേക്കിട്ട് അത് മെൽറ്റ് ആവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് ശർക്കര ഉരുക്കിയെടുക്കുക. അതിന് ശേഷം വന്നിട്ട് ഒരു പാൻ എടുത്ത് അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് ആ ശർക്കര അതിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഉരുക്കിയ അതേ പാനിലേക്ക് മറുപടിയും ആ ശർക്കര എടുത്ത് നമ്മുടെ ശർക്കര പാനി വന്നിട്ട് ആ പാനിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് അരിച്ചെടുക്കണം. കാര്യം ശർക്കരയിൽ തരികളൊക്കെ ഉണ്ടാവും. നന്നായിട്ട് അരിച്ച് പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ, മാക്സിമം ചെറിയ പീര വന്ന പോലെ ആണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ചിരകി വെച്ച തേങ്ങ വന്നിട്ട് അതിലേക്ക് ഇട്ട് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഒന്ന് വരട്ടി പകുതി ആകുമ്പോഴത്തേക്കും അതിലേക്ക് ഏലക്കേൻ്റെ കുരു മാത്രം എടുത്ത് ഒന്ന് പൊട്ടിച്ചിടുക. ആ ഒരു ജ്യൂസി ആയിട്ട് ഉണ്ടാവണം, എന്നാലേ ഫ്ലേവർ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഏറ്റവും ലാസ്റ്റ് എല്ലാവരും ചെയ്യുന്ന പോലെ ഡ്രൈ ആക്കി ഇടരുത്. മാക്സിമം കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഇടുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വന്നിട്ട് നെയ്യ് ഒഴിക്കുക. പിന്നെ അതൊന്ന് കുറുക്കി വരുമ്പോഴത്തേക്കും അതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ വന്നിട്ടൊരു സീക്രട്ട് റെസിപ്പി. അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു കോഴിക്കട കഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ ബോംബായിരിക്കും. പിന്നെ അത് നന്നാക്കി ഡ്രൈ ആക്കി വരട്ടിയെടുക്കുക. അതിന് ശേഷം വന്നിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് തിളപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ ആ പഞ്ചസാര ഉപ്പുമൊക്കെ നന്നായിട്ട് വറ്റുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കുക. അതൊന്ന് ടച്ച് ചെയ്ത് ആവിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാലൻസിങ് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി, ഞാൻ ഗോതമ്പാണ് യൂസ് ചെയ്യുന്നത്. അരിപ്പൊടി വേണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് ഗോതമ്പിലാണ് ഇത് ഇഷ്ടപ്പെട്ടത് അരിപ്പൊടിയേക്കാൾ. അരിപ്പൊടിയും കുറച്ചുകൂടെ ഓവറായ പോലെ ഫീൽ ചെയ്യും. ഗോതമ്പാണെങ്കിൽ ഹെൽത്തിയാണ്, നമുക്ക് ഈസിയാണ്, എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമായിരിക്കും ഗോതമ്പ്. അടിപൊളിയാണ്. ഞാൻ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം കൈവച്ച് കുഴയ്ക്കരുത്, കൈ അതിലേക്ക് ഇടരുത്, ജീവൻ പോകും. മെല്ലെ കുറേശ്ശെ വെള്ളം എടുത്ത് കുഴച്ചു കൊടുക്കുക. ചെറിയ രീതിയിൽ അത് തൊടാൻ പറ്റുന്ന സമയമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് കുഴച്ചിട്ട് ആവശ്യത്തിന് മാവെടുക്കുക. എല്ലാവരും ചെയ്യുന്ന പോലെ മാവ് കൂടുതലെടുത്ത് കുറച്ച് ഫില്ല് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഗോതമ്പുണ്ടയോ മറ്റേ നമ്മൾ എന്താ പറയുക പിടിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ കൊഴുക്കട്ടയ്ക്ക് ആവശ്യത്തിന് ഫില്ലിങ് അതിൽ വേണം. മാവ് എത്രയും സ്ലിം ആക്കി എടുക്കാൻ പറ്റുമോ അത്ര സ്ലിം ആക്കി മാവ് എടുക്കുക. കൊഴുക്കട്ടയ്ക്ക് അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഫ്ലേവർ മേലെ നിൽക്കണം, മാവിൻ്റെ ഫ്ലേവർ അല്ല മേലെ നിൽക്കേണ്ടത്. സോ ആ മാവ് വന്നിട്ട് അത്രയും നല്ല സ്ലിം ആക്കി എടുക്കുക. ഓട്ടയൊക്കെ വരും, ഞാൻ ഓട്ടയൊക്കെ അടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല. ഈ കോഴിക്കോട്ടെ സംഭവം ഞാൻ ആകെ എൻ്റെ ലൈഫിൽ ഒരു തവണയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് 2ാമത്തെ തവണ ഇതുകൊണ്ടാണ്. ശരി, എൻ്റേതായ റെസിപ്പിയാണ്, ഞാൻ ഇങ്ങൊന്നും കോപ്പി അടിച്ചതല്ല ഗൈസ്, എൻ്റേതായ റെസിപ്പിയാണ്. സോ അത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എവിടെയെങ്കിലും ഓട്ട വീണിട്ടുണ്ടെന്ന് നോക്കാം. ഞാൻ അത്രയും സ്ലിം ആക്കിയിട്ടുണ്ട്. കാര്യം ഇതില്ലെങ്കിൽ വെന്ത് വരുമ്പോൾ നമ്മുടെ ബെല്ലവും നമ്മുടെ ശർക്കരയും ഇതൊക്കെ വന്നിട്ട് വെളിയിൽ ലീക്കായി പോകും. ഓൾറെഡി മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ട്, വെറുതെ നശിപ്പിക്കരുത്. സോ എത്രയും സ്ലിം ആക്കി എടുക്കുമ്പോൾ നമ്മളെന്തായാലും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ പ്രത്യേകിച്ച് ഉരുട്ടിയെടുക്കുമ്പം എന്തായാലും ചെറിയ ഹോൾസ് വരും. ഞാൻ കുറച്ച് മാവെടുക്കും, അതിന് പാച്ച് വർക്ക് ചെയ്യും. പിന്നെ ഇത് അത്യാവശ്യം ചൂടുണ്ട്, ഞാൻ ചൂടോടെ തന്നെയാണ് ചെയ്യണത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ കൈമുക്കി കൊടുക്കുമ്പം എനിക്ക് അതിനൊന്ന് എന്താ പറയുക പാച്ച് ചെയ്ത് കൊടുക്കാനും ഈസിയായിരുന്നു. നല്ല സ്ലിമ്മായിട്ട് തന്നെ മാവെടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് മാവ് ഉരുട്ടി കുഴച്ചിട്ട് ഒരു തുള്ളി ഫില്ലിങ് മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളതാണ്. കൊഴുക്കട്ടെ പേര് പകുതി മുക്കാലല്ല 90% മാവ്, അതിൻ്റെ ഉള്ളിൽ ഒരു 10% ഫില്ലിങ് ഉണ്ടാവുക. അങ്ങനെ ചെയ്യരുത്. ഒരു 30% മാവും ബാക്കി 70% ഫില്ലിങ് ആക്കാൻ നോക്കുക. കണ്ട അവിടെ ഇപ്പോൾ ഒരു ഹോൾ വന്ന് ഞാൻ കുറച്ച് മാവെടുത്ത് ഒന്ന് കൈവെള്ളം ഒന്ന് മുക്കി ഒന്ന് അതിനെ പാച്ച് ചെയ്തെടുത്തു. ഇങ്ങനെ ചെറിയ ഹോൾസൊക്കെ മാക്സിമം വന്നിട്ട് പാച്ച് ചെയ്തെടുക്കാൻ നോക്കുക. കൺഫേം ഇല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പം ലീക്കായി പോകും, കൺഫേമാണ്. പിന്നെ വന്നിട്ട് ഞാനത് നമ്മുടെ ഇഡലി തട്ടുണ്ടല്ലോ അതിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ബാക്കി കാണിക്കുന്നില്ല, വെറുതെ ബോറടി ആക്കണില്ല. കറക്റ്റ് 25 മിനിറ്റ് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഗൈസ്. അടിപൊളിയാണ്, സൂപ്പർ സാധനമാണ് ഇത്. ഞാൻ അപ്പോൾ ടേസ്റ്റ് നോക്കാൻ കൊടുത്തു പറഞ്ഞ് എടുത്ത് പാക്ക് ചെയ്യേ, എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അവളും ടേസ്റ്റ് പിടിച്ചിട്ട് താന്ന് പറഞ്ഞ് നാളെ ഫുഡ് കഴിച്ചിട്ടില്ല, ഇതാണ് ഉച്ചയ്ക്ക് കഴിച്ചിരിക്കുന്നത്. അപ്പോഴും എടുത്ത് പാക്ക് ചെയ്ത് ഗൈസ്. എന്നിട്ടാണ് ഞാൻ നോക്കണേ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളി. വായിൽ വയ്ക്കുമ്പം ആ നെയ്യിൻ്റെയും നമ്മൾ ഈ വെള്ളത്തിലിടുന്ന പഞ്ചസാര എല്ലാം കൂടെ, ഏലക്കയുടെ ആണോ മിൽക്ക് മെയ്ഡിൻ്റെ ആണോ, എല്ലാം കൂടെ ഒരു
മിക്സായൊരു ടേസ്റ്റായിരുന്നു. ഞാൻ ഒന്നും പറയാണ്ടിരുന്ന് മിണ്ടാണ്ടിരുന്ന് കഴിച്ച്. അടിപൊളിയാണ് ഗൈസ്, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും കുട്ടികളൊക്കെ വരുമ്പോൾ ഈവനിങ് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കും. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കുക ഗൈസ്. ഹെൽത്തിയാണ്. നമ്മൾ ഈ ജങ്ക് ഫുഡ് ഇതൊന്നും കൊടുക്കാനുകൊണ്ട് സൂപ്പറായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഞാൻ മിൽക്ക് മെയ്ഡാണ് എക്സ്ട്രാ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബായ്.